നമുക്കൊരു വീക്കെൻഡ് ഗ്രോസറി ഷോപ്പിംഗ് കണ്ടാലോ? കല്യാണത്തിന് മുന്നേ ബാംഗ്ലൂരിലും കൊച്ചിയിലും ചെന്നൈയിലൊക്കെ നിന്നപ്പം ഈ സാധനമൊക്കെ വാങ്ങുന്നത് ഞാനൊരു സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ എങ്ങാനും ഓർഡർ പ്ലേസ് ചെയ്യും, അവരെനിക്ക് ഡെലിവറി ചെയ്യാറാണ് പതിവ്. അല്ലാതെ കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്ന ശീലമേ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ കുടുംബിനിയൊക്കെ ആയപ്പോഴാണ് ഈ കടയിൽ പോയിട്ടൊക്കെ സാധനം വാങ്ങാനൊക്കെ തുടങ്ങിയത്. ആദ്യമൊക്കെ ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് അവസാനം അത് ഉപയോഗിക്കാതെ എടുത്ത് കളയേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് സാധനം തീരുമ്പോൾ ഒക്കെ ഞാൻ ഫോണിൽ ഇങ്ങനെ നോട്ട്സിൽ എഴുതി വെക്കും. എന്നിട്ട് വീക്ക്ലി എൻഡ് ആകുമ്പം ഞാൻ അതിനനുസരിച്ചിട്ട് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യും. ഇപ്പം ഞാൻ ഇതിൽ പ്രോ ആണ് ഗൈസ്. എന്നാലും ഈ പച്ചക്കറിയൊക്കെ എടുക്കുമ്പോൾ നോക്കിയെടുക്കുക എന്നൊക്കെ പറയൂലേ, അതെനിക്കിപ്പോഴും അതിൻ്റെ ഒരു ഗുഡൻസ് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ആദ്യമൊക്കെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പം അനാവശ്യമായ കുറേ സാധനങ്ങൾ കാർട്ടിൽ വലിച്ചിടാറുണ്ട്. ഇപ്പം അതൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ആവശ്യമുള്ള സംഭവം മാത്രം വാങ്ങും. ഞാൻ ഈ മഫിന് വാങ്ങാൻ കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അനു ആണ്. അവളുടെ കൊച്ചിന് മഫിനും ഡോണറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തതിൻ്റെ കഥ പറഞ്ഞപ്പം പിന്നെ എനിക്കും വേണം തോന്നി. എൻ്റെ ചെമ്മീനോടുള്ള ആക്രാന്തം കണ്ടിട്ട് അകത്തുള്ള ബുച്ചർ എൻ്റെ അടുത്ത് വിളിച്ചു പറയാം, ദേ അപ്പുറത്തായാലും സ്ക്യൂവേഴ്സ് ആയിട്ട് ചെമ്മീനുണ്ട് വെച്ചിട്ട് ഭയങ്കര വിലക്കുറവാണെന്നും പറഞ്ഞു. അതെന്തായാലും നന്നായി. ഞങ്ങൾക്ക് ടോട്ടൽ 60 ചെമ്മീനാണ് ഗൈസ് കിട്ടിയത്. ഇത് മിൽക്ക് ഫിഷ്, നമ്മുടെ പുഴമീനാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ, കറി വെച്ചാലും ഫ്രൈ ചെയ്താലൊക്കെ. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ആദ്യം എന്നെ ഒരുപാട് പ്രലോഭിപ്പിച്ചതായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. ഇപ്പം നേരെ വാ നേരെ പോവും. എന്തൊക്കെയാണ് സാധനം വേണ്ടത് അത് വാങ്ങുക, അവിടെ നിന്ന് ഇറങ്ങി പോവുക. ഇക്കടയിലൊക്കെ വല്ലപ്പോഴാണ് ഈ ഇന്ത്യൻ സ്വീറ്റ്സ് ഒക്കെ വരാറ്. ഇപ്രാവശ്യം നമുക്ക് കാജു കട്ട്ലി ആയിരുന്നു. ഒരു 2-3 വീക്സ് മുമ്പേ നമുക്ക് ബേസൻ ലഡു കിട്ടിയിട്ടുണ്ടായി. ഒരു 2014 എൻ്റെ മെയിൻ ലഞ്ചായിരുന്നു ഈ കാണുന്ന 50-50 ബിസ്ക്കറ്റും പിന്നെ മാസ്മെലിൻ്റെ ഷേക്കും. നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പുതിയതായിട്ടൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കുസ്കസ്. എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. അങ്ങനെ ഈ ആഴ്ചത്തെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് ബഡ്ജറ്റിൽ നിന്നിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന്. ബൈ.